മക്കളെ, ജെറുസലേം പ്രയർ ലൈനിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സർവരെയും ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പണം ചെയ്യുകയാണ്. ലോകത്തിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങളിരുന്നു കൊണ്ട്, വിവിധങ്ങളായ സംസ്ഥാനങ്ങളിരുന്നു കൊണ്ട്, കുടുംബങ്ങളിലും സമൂഹമായും വാഹനങ്ങളിലൊക്കെ ഇരുന്നു കൊണ്ട് കർത്താവിൻ്റെ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സർവ്വ മക്കളെയും പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പണം ചെയ്യുകയാണ്. അമ്മ പറയുന്നു, നിൻ്റെ ഏറ്റവും നിസ്സാരമായിരിക്കുന്ന കാര്യങ്ങളിൽ പോലും ഞാൻ ഇടപെടുമെന്ന് മാതാവ് വാഗ്ദാനം ചെയ്യുന്നു. ദൈവവേല ചെയ്യുന്നവരെ യേശു ഒരു നാളും വിസ്മരിക്കുകയില്ല. കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. റോമക്കാർക്ക് എഴുതിയ ലേഖനം 14-ാം അധ്യായം 18-ാം വാക്യം. ക്രിസ്തുവിനെ ശുശ്രൂഷിക്കുന്നവൻ ദൈവത്തിന് സ്വീകാര്യനും മനുഷ്യർക്ക് സുസമ്മതനുമാണ്. മക്കളെ, ആരാണ് കർത്താവിന് സ്വീകാര്യനായിട്ടുള്ളവർ? യേശുവിന് ശുശ്രൂഷ ചെയ്യുന്നവരാണ്. എത്ര നിസ്സാരമായ ശുശ്രൂഷ ചെയ്യുന്നവരാണെങ്കിലും കർത്താവിന് സ്വീകാര്യരാണ്. വചനം കേട്ട് ഈശോയെ പ്രതി ഉപേക്ഷിച്ച തോണിയും വലകളും കടലും മുക്കുവൻ കൂട്ടന്മാരെയും മീൻ കച്ചവടവും എല്ലാം ഉപേക്ഷിച്ചവരെ ഈശോയ്ക്ക് വലിയ ഇഷ്ടമാണെന്ന്. തന്നിഷ്ടം പോലെ ജീവിച്ചവർ, വിശാല വഴികൾ ഉണ്ടായിട്ടും ഇടുങ്ങിയ വഴിയിലൂടെ സഞ്ചരിക്കുന്നവരെ കാണുമ്പോൾ യേശുവിന് അവരെക്കുറിച്ച് സന്തോഷമുണ്ടാകുമെന്ന്. നിത്യരക്ഷയെ അപകടത്തിലാക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് ജോലികൾ പോലും വേണ്ടെന്ന് വെച്ച് ധൈര്യം കാണിക്കുന്നവരെ കർത്താവിൻ്റെ സന്നിധിയിലും മനുഷ്യ സന്നിധിയിലും അവർ സ്വീകാര്യരാണ്. ഈശോ എന്ന യഥാർത്ഥ നിധിക്ക് വേണ്ടി സമയം, ആരോഗ്യം, സമ്പത്ത് ഇവയൊക്കെ സമർപ്പിക്കുന്നവരെ ദൈവത്തിന് വളരെയേറെ സന്തോഷവും സ്വീകാര്യരും സുസമ്മതനുമാണെന്നാണ് വചനം പഠിപ്പിച്ചു തരുന്നത്. ദൈവസ്നേഹത്തെ പ്രതി, ദൈവവചനത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി, പുരോഗതിക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും പ്രവർത്തിക്കുന്ന ഓരോരുത്തരുടെയും ഈശോ പറയുന്നു, അവരുടെ പേരുകൾ ആയുസ്സിൻ്റെ പുസ്തകത്തിൽ നിന്ന് ഞാൻ മായ്ച്ചു കളയില്ല. അവർ അനുഗ്രഹീതരാണ്. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാനിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഈശോയെ, ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവരും ഇത് ഷെയർ ചെയ്യാൻ കാത്തിരിക്കുന്ന സർവരെയും അവരുടെ ഏറ്റവും ചെറുതും വലുതുമായിരിക്കുന്ന നിയോഗങ്ങൾ വചനമയച്ച് സാധിപ്പിച്ചു കൊടുക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും, ഈ പ്രാർത്ഥന ഓരോരുത്തരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങളോടും കൂട്ടായ്മയോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.